വേനൽക്കാലം ആകുമ്പോഴേക്കും പൊതുവേ നമ്മൾ മലയാളികൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള കടുത്ത വേനൽക്കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ വേനൽക്കാലത്ത് പൊതുവേ ജീവികൾ സ്ട്രെസ്ഡ് ആയിരിക്കും പല കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, കുടിവെള്ളത്തിൻ്റെ ദൗർലഭ്യം കാരണം, ഭക്ഷണത്തിൻ്റെ ദൗർലഭ്യം കാരണം, ഈ ചൂട് ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കാത്തത് കാരണം. അത്തരം ഒരു സ്ട്രെസ്സ് എസ്പെഷ്യലി ഇഴജീവികൾക്ക് കൂടുതലായിരിക്കും. കാരണം അവ മറ്റ് ഉഷ്ണരക്തജീവികളെക്കാൾ അവയുടെ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ അവർക്ക് കുറവാണ്. അതുകൊണ്ട് തന്നെ പൊതുവെ ഇഴജീവികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ പാമ്പുകളെ സംബന്ധിച്ച് അവ മനുഷ്യരിൽ നിന്ന് അകന്ന് അല്ലെങ്കിൽ ശത്രുക്കളുടെ കണ്ണിലൊന്നും പെടാതെ ഒളിയിടങ്ങളിൽ തന്നെ, മാളങ്ങളിൽ തന്നെ കൂടുതൽ കഴിഞ്ഞുകൂടാൻ ഇഷ്ടപ്പെടുന്നവയാണ്. അവ ആഹാരത്തിന് വേണ്ടിയും ഇര തേടിയും മാത്രമാണ് പുറത്തു വരുന്നത്. പക്ഷേ വേനൽക്കാലങ്ങളിൽ മാളങ്ങൾക്കുള്ളിൽ ചൂട് വർദ്ധിക്കുമ്പോഴൊക്കെ അവ ശരീരം തണുപ്പിക്കാൻ വേണ്ടി കൂടുതലായി പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, പുറത്തേക്ക് വരുമ്പോൾ തന്നെ അവ ഒരു സ്ട്രെസ്ഡ് കണ്ടീഷനിലായതുകൊണ്ട് തന്നെ പൊതുവെ ഇഴജീവികളൊക്കെ മനുഷ്യരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓടി ഒളിക്കുകയാണ് ചെയ്യുന്നത്, മാളങ്ങളിലേക്ക് കയറിപ്പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ സ്ട്രെസ്സ് ഉയർന്നു നിൽക്കുന്ന സമയത്ത് അവ ആക്രമിക്കാനോ അല്ലെങ്കിൽ അഗ്രസീവ് ബിഹേവിയർ കാണിക്കാനോ ഒക്കെ സാധ്യതയുണ്ട്. ഈ ഒരു ഉയർന്ന ചൂട് നിലനിൽക്കുമ്പോൾ തന്നെ വേനൽക്കാലത്തോടൊപ്പം മറ്റൊരു പ്രശ്നവും കൂടെ ഉള്ളത് കുഞ്ഞു പാമ്പുകളെ കാണുന്ന സീസണാണ് എന്നുള്ളതാണ്. പ്രജനനകാലം കൂടിയാണ്. ഉഗ്രവിഷമുള്ള പല ഇനത്തിൽപ്പെട്ട പാമ്പുകളുടെ കുഞ്ഞുങ്ങളെ കാണുന്ന സീസണാണ്. മൂർക്കൻ, വെള്ളിക്കട്ടൻ, ചേനത്തണ്ടൻ തുടങ്ങിയ പാമ്പുകളുടെയൊക്കെ കുഞ്ഞുങ്ങളെ കാണുന്ന സീസണാണ്. കുഞ്ഞു പാമ്പുകൾ ജനിക്കുമ്പോൾ ഉള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ അവ ജനിക്കുന്ന സ്ഥലത്തുനിന്ന് അവയ്ക്ക് അനുയോജ്യമായ സുരക്ഷിതമായ ഒളിയിടങ്ങൾ അന്വേഷിച്ചുള്ള സഞ്ചാരം കൂടുതലായിരിക്കും. ഇത്തരം സ്ഥലങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി അവ ഇങ്ങനെ തുടർച്ചയായി സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ സഞ്ചരിക്കുന്നതിനിടയ്ക്ക് അവ ആൾക്കാരുടെ മുന്നിലൊക്കെ വന്നുപെടാൻ സാധ്യതയുണ്ട്, വീടുകളിലേക്കൊക്കെ എത്തിപ്പെടാൻ സാധ്യതയുണ്ട്, വീടുകൾക്കുള്ളിൽ വരെ എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി, വേനൽക്കാലവും കുഞ്ഞുങ്ങളെ കാണപ്പെടുന്ന പ്രജനനകാലവും കൂടി ഓവർലാപ്പ് ചെയ്തു വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ടത് ആവശ്യമാണ്. ഒന്ന്, വീടുകളിലേക്ക് ഇത്തരം ഇഴജീവികൾ എത്തിപ്പെടാതിരിക്കാനുള്ള ചില മുൻകരുതലുകൾ. പിന്നെ നമ്മൾ വീടിന് പുറത്തിറങ്ങുമ്പോൾ പാലിക്കേണ്ട ചില സംഗതികൾ. പാമ്പുകടി ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, അഥവാ പാമ്പുകടി ഏറ്റുകഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഇങ്ങനെ പല കാറ്റഗറീസിലാണ്, പല വിഭാഗങ്ങളിലായിട്ടാണ്. അതിൽ വീടുകൾക്കുള്ളിലേക്ക് പാമ്പുകൾ കയറി വരാതിരിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ പാമ്പുകളുടെ സാന്നിധ്യം വീടിനും പരിസരത്തും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന്, വീടിനുള്ളിലേക്കുള്ള എൻട്രി പോയിൻറ്റ്സ് നമ്മൾ സീൽ ചെയ്യുക എന്നുള്ളതാണ്. പകൽ സമയങ്ങളിലൊക്കെ വാതിലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ തണുപ്പും തണലും, ഉയർന്ന ചൂട് പുറത്തുള്ളത് കാരണം തണുപ്പും തണലുമൊക്കെയുള്ള അല്ലെങ്കിൽ പച്ചപ്പുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പാമ്പുകൾ ആകർഷിക്കപ്പെടും. അപ്പോൾ വീടിനുള്ളിലുള്ള തണുപ്പും തണലും അന്വേഷിച്ച് ഉള്ളിലേക്ക് കയറി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആവശ്യമില്ലാതെ വാതിലും ജനലുകളും തുറന്നിടാതിരിക്കുക. രാത്രി കാലങ്ങളിലും ചൂട് കൂടിയത് കാരണം ആൾക്കാർ ജനലൊക്കെ തുറന്നിട്ടിട്ട് കിടന്നുറങ്ങാറുണ്ട്. അപ്പോൾ ആ ജനലുമായി ചിലപ്പോൾ പുറത്ത് ചാരി വെച്ചിരിക്കുന്ന ഒരു തൂമ്പായിലൂടെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഉപകരണങ്ങളിലൂടെയൊക്കെ പാമ്പ് രാത്രി സമയങ്ങളിലും ഉള്ളിലേക്ക് കയറി വരാൻ സാധ്യതയുണ്ട്. അത്തരം എൻട്രി പോയിൻറ്റ്സ് നമ്മൾ ആ സാധ്യതകൾ ഒഴിവാക്കുക, സീൽ ചെയ്യുക. വാതിൽ അടച്ചാൽ പോലും ചിലപ്പോൾ വീടിൻ്റെ മുൻവാതിലിനും പിൻവാതിലിനും ഒക്കെ താഴെ ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പുകളിലൂടെ അടച്ചിട്ട വാതിലിൻ്റെ താഴ്ഭാഗത്തു കൂടിയും പാമ്പുകൾക്ക് കയറി വരാനുള്ള സാധ്യതയുണ്ട്, അടച്ചുറപ്പുള്ള ആധുനിക വീടാണെങ്കിൽ പോലും. അപ്പോൾ അത്തരം ഗ്യാപ്പുകളുണ്ടെങ്കിൽ, അതായത് താഴ്ഭാഗത്ത് കട്ടളപ്പടി ഇല്ലാത്ത വീടാണെങ്കിൽ ആ ഗ്യാപ്പ് സീൽ ചെയ്യുന്ന രീതിയിലുള്ള മാറ്റോ അത്തരം സീൽ ചെയ്യുന്ന എന്തെങ്കിലും വസ്തുക്കളിട്ട് അത് സീൽ ചെയ്യുക, ആ ഗ്യാപ്പ് അടച്ചേക്കുക. മുൻവാതിലിനും പിൻവാതിലിനുമാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. പിന്നെ ചെടികളൊക്കെ, ഓർണമെൻ്റൽ പ്ലാന്റ്സ് ഒക്കെ വളർത്തുന്ന വീടാണെന്നുണ്ടെങ്കിൽ അതൊക്കെ വീടിലേക്ക് പടർത്തിയിട്ടിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു എൻട്രി പോയിൻറ്റുമായിട്ട് കണക്ഷൻ വരാത്ത രീതിയിൽ ശ്രദ്ധിക്കുക. അതായത് ആ വള്ളിയിലൂടെ എയർ ഹോൾ വഴിയോ അല്ലെങ്കിൽ ജനാല വഴിയോ പാമ്പുകൾക്കുള്ളിലേക്ക് കടക്കാവുന്നൊരു കണക്ടിവിറ്റി ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. അത് ക്രോപ്പ് ചെയ്ത് നിർത്തുക. അത് വാതിലുമായിട്ടോ ജനലുമായിട്ടോ വെന്റിലേറ്ററുമായിട്ടോ എയർ ഹോളുമായിട്ടോ ഒന്നും കണക്റ്റ് ആവാതെ ശ്രദ്ധിക്കുക. വീടിലേക്ക് ചരിഞ്ഞു നിൽക്കുന്ന വൃക്ഷങ്ങളുടെ ചില്ലകളൊക്കെ നമ്മൾ ക്രോപ്പ് ചെയ്ത് ശ്രദ്ധിക്കുക, പരിപാലിക്കുക. വീടിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ മാളങ്ങളോ വിള്ളലുകളോ ഒക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. വീടിൻ്റെ ചുറ്റുവട്ടത്ത് പരിസരത്തുമൊക്കെ കാട് പിടിച്ച് കിടക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതൊക്കെ പാമ്പുകൾക്ക് ഇഷ്ടപ്പെട്ട ഒളി സങ്കേതങ്ങളാണ്, അല്ലെങ്കിൽ പാമ്പുകൾ സുരക്ഷിതമായി താമസിക്കാൻ പറ്റുന്ന ഹൈഡൗട്ട്സ് ആണ്. അതിനേക്കാൾ ഉപരി വിറകൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ തേങ്ങയൊക്കെ വാരി കൂട്ടിയിട്ടിരിക്കുന്നു,
ഇഷ്ടിക കൂട്ടിയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിർമ്മാണ വസ്തുക്കളൊക്കെ ലക്ഷ്യമായി കൂട്ടിയിട്ടിരിക്കുന്നു. ഇത്തരം സ്ഥലങ്ങളിലേക്കൊക്കെ പാമ്പുകൾ ആകർഷിക്കപ്പെടും. അപ്പോൾ വിറകൊക്കെ അടുക്കി വയ്ക്കുന്നത് പ്രോപ്പറായിട്ട് അടുക്കി വയ്ക്കുക. വെളിച്ചമുള്ള സമയത്ത് മാത്രം വിറകെടുക്കാൻ വേണ്ടിയോ തേങ്ങ എടുക്കാൻ വേണ്ടിയോ ഒക്കെ പോവുക. വെളിച്ചമില്ലാത്ത ഇരുട്ട് സമയത്ത് അല്ലെങ്കിൽ അതിരാവിലെയൊക്കെ പോയി വിറകെടുക്കാനൊക്കെ ശ്രമിക്കുന്നത് അപകടകരമാണ്. അതിനുള്ളിലൊക്കെ ഒളിഞ്ഞിരിക്കുന്ന പാമ്പുകൾ കടിക്കാനും ചിലപ്പോൾ കടിയേറ്റ വിവരം അറിയാതെ മരണം വരെ സംഭവിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ വെളിച്ചത്തോടു കൂടി തന്നെ അല്ലെങ്കിൽ വെളിച്ചമുള്ള സമയത്ത് തന്നെ ഇതൊക്കെ എടുക്കാൻ വേണ്ടി പോവുക. പിന്നെ പാമ്പുകളെ മറ്റൊരു ഒളിയിടങ്ങൾക്ക് പുറമെ പാമ്പുകളെ ആകർഷിക്കുന്ന മറ്റൊരു സംഗതി എന്ന് പറഞ്ഞാൽ ഇരകളുടെ സാന്നിധ്യമാണ്. പ്രത്യേകിച്ച് എലികളുടെ സാന്നിധ്യം. എലികൾ വീടിൻ്റെ പരിസരത്തേക്ക് ആകർഷിക്കപ്പെടുന്നത് എന്തെങ്കിലും ആഹാരത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ നമ്മൾ അലക്ഷ്യമായി വിതറിയിടുകയോ മറ്റൊക്കെ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഫുഡ് വേസ്റ്റ് നമ്മൾ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. അത് സ്കൂളുകളായാലും വീടുകളായാലും പരിസരങ്ങളിൽ ഫുഡിൻ്റെ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എലികൾ അത് കഴിക്കാൻ വേണ്ടി വരും. എലികളുടെ സാന്നിധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പാമ്പുകൾ വരികയും ചെയ്യും. എലികൾ വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ അവ മണ്ണ് തുരന്ന് മാളങ്ങളുണ്ടാക്കും. പാമ്പുകൾക്ക് മണ്ണ് തുരന്ന് മാളങ്ങളുണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ എലികൾ ഉണ്ടാക്കി വയ്ക്കുന്ന മാളങ്ങളിൽ പാമ്പുകൾ കയറിയിരിക്കാനും അവിടെ താമസമാക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ എലികളുടെ ഒരു സാന്നിധ്യം നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. കൂടാതെ ഇപ്പോൾ ചില വീടുകളിലൊക്കെ പെറ്റ്സ് ഉണ്ടാവും. പക്ഷികളെയൊക്കെ വളർത്തുന്ന, ലവ് ബേഡ്സിനെയൊക്കെ വളർത്തുന്ന വീട്, അല്ലെങ്കിൽ കോഴിയൊക്കെ ഉള്ള വീടാണെങ്കിൽ പോലും കോഴിമുട്ട, പക്ഷികളുടെ മുട്ട, ഇതിലേക്കൊക്കെ പാമ്പുകൾ ആകർഷിക്കപ്പെടും. അപ്പോൾ ഇതിനെയൊക്കെ പിടിച്ച് കഴിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ മുട്ടയെടുത്ത് കഴിക്കാൻ വേണ്ടിയോ മൂർഖൻ ഉൾപ്പെടെയുള്ള പാമ്പുകൾ ആ പ്രദേശത്തേക്ക് വരാനും അവിടെ കാണപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം പെറ്റ്സൊക്കെ ഉള്ള വീടുകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇതല്ലാത്ത പെറ്റ്സ്, ഇപ്പോൾ പൂച്ച പോലുള്ള ജീവികളാണെങ്കിൽ പോലും അവയെങ്ങനെ രാത്രി സമയങ്ങളിൽ പുറത്തേക്കൊക്കെ ഇറങ്ങി നടക്കുന്ന സമയത്ത് വിഷപ്പാമ്പുകളുടെ കുഞ്ഞുങ്ങളെയോ അല്ലെങ്കിൽ ഇടതരം വലുപ്പമുള്ള പാമ്പുകളെയൊക്കെ ആയാൽ പോലും അവ അറ്റാക്ക് ചെയ്യാനും പിടികൂടാനും ഒക്കെ സാധ്യതയുണ്ട്. അതിനെ ജീവനോടുകൂടി പിടിച്ച് വീടിനുള്ളിലേക്ക് കൊണ്ടുവരാനും ചിലപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന കട്ടിലോ ബെഡ്റൂമിലോ ഒക്കെ കൊണ്ടുവയ്ക്കാനും അതിൻ്റെ ഒക്കെ സാധ്യതയുണ്ട്. അത്തരത്തിൽ വിഷപ്പാമ്പ് പൂച്ച പിടിച്ചുകൊണ്ട് ബെഡ്റൂമിൽ കൊണ്ടുവച്ച് ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ കടിച്ച് കുഞ്ഞ് മരിച്ച സംഭവങ്ങൾ കഴിഞ്ഞ വർഷം വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പുറത്തിറങ്ങുമ്പോൾ രാത്രി കാലങ്ങളിലാണെങ്കിൽ നിർബന്ധമായും വെളിച്ചം കയ്യിൽ കരുതുക. ഈ വേനൽക്കാലം, ചൂടുകാലം, അവധിക്കാലം കൂടിയാണ്. അപ്പോൾ കൂടുതൽ അമ്പലങ്ങളിൽ ഉത്സവങ്ങൾ നടക്കുന്ന കാലമാണ്, പള്ളിപ്പെരുന്നാളുകളൊക്കെ നടക്കുന്ന സീസണാണ്. രാത്രി സമയങ്ങളിൽ നമ്മൾ ഇത്തരം ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കാനൊക്കെ പോകും, കുടുംബസമേതം പോകും. രാത്രിയിൽ വൈകി നമ്മൾ കുടുംബത്തോടൊപ്പം കുട്ടികളോടൊപ്പം തിരിച്ച് വീട്ടിലേക്ക് നടന്നൊക്കെ പോകുന്ന ഗ്രാമപ്രദേശങ്ങളിലൊക്കെ അത്തരത്തിലുള്ള പതിവുകളുണ്ട്. സ്ഥിരമായി നടക്കുന്ന വഴിയായത് കാരണം നമ്മൾ വെളിച്ചം ചിലപ്പോൾ കയ്യിൽ കരുതാതെ നടക്കും. വളരെ അപകടകരമാണ്. കരിയിലകളുടെയൊക്കെ സാന്നിധ്യം കൂടുതലുള്ളതുകൊണ്ട് കരിയിലകൾക്കിടയിൽ ഇതുപോലെ മാളത്തിനുള്ളിൽ ചൂട് കൂടിയിട്ട് പുറത്തിറങ്ങിയ പാമ്പൊക്കെ കരിയിലകൾക്കിടയിൽ വഴിയിൽ കിടക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായും വെളിച്ചം കയ്യിൽ കരുതിയിട്ട് ടോർച്ച് തെളിച്ച് ശ്രദ്ധയോടുകൂടി മാത്രം നടന്ന് വീട്ടിലേക്ക് പോകുക. സ്ഥിരമായി നടക്കുന്ന വഴിയിൽ കരിയിലകൾ മൂടിക്കിടക്കാതെയും കാട് പിടിച്ച് കാഴ്ച തടസ്സപ്പെടാതെയും ഒക്കെ ശ്രദ്ധിക്കുക. പിന്നെ വെക്കേഷൻ കാലയളവ് ആയതുകൊണ്ട് കുട്ടികളൊക്കെ കൂടുതലായി കളിക്കാൻ വേണ്ടി പോകും, ഗ്രൗണ്ടുകളിലൊക്കെ പോകും. അത് ടർഫ് പോലുള്ള കുറച്ചും കൂടി സേഫ്റ്റി ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ പ്രശ്നമില്ല, കോർട്ടുകളൊക്കെ ആണെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ ഓപ്പൺ ആയിട്ടുള്ള ഗ്രൗണ്ടുകളിൽ പലപ്പോഴും അതിൻ്റെ മൂലകളിലൊക്കെ കാട് പിടിച്ചൊക്കെ കിടപ്പുണ്ടാവും. അപ്പോൾ ക്രിക്കറ്റൊക്കെ കളിക്കുന്ന കുട്ടികൾ ബോൾ ഈ കാടിനിടയിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ അതെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ ചിലപ്പോൾ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങൾ കാഴ്ച കംപ്ലീറ്റ് കാണാൻ പറ്റുന്നില്ല, കൈകൊണ്ടെത്തി ബോൾ തപ്പുന്നതിനിടയ്ക്കൊക്കെ അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന പാമ്പുകളൊക്കെ കടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ വീടുകളുടെ ലൊക്കേഷൻ അനുസരിച്ചും ചിലപ്പോൾ വീട് വെച്ചിരിക്കുന്നത് ഒരു പുഴയുടെ കരയിലോ തോടിൻ്റെ കരയിലോ ഒക്കെ ആയിരിക്കും. അപ്പോൾ വെള്ളത്തിലൂടെ ഒഴുകി വരാം. മഴക്കാലത്തൊക്കെ വെള്ളത്തിലൂടെ വനപ്രദേശത്ത് നിന്നോ ഒക്കെ ഒഴുകി വരുന്ന പാമ്പുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്തരം പാമ്പുകളൊക്കെ വീടിനുള്ളിൽ വന്നു വിടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന വീടുകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഓടിട്ട വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻട്രി പോയിൻറ്റ്സ് കൂടുതലായിരിക്കും. പാമ്പിനെ ചുമരിലൂടെ കയറി വരാനൊക്കെയുള്ള സാധ്യതകളൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള കണക്ടിവിറ്റീസ് പരമാവധി ഏണിയൊക്കെ ചാരി വെച്ച് കൊടുത്താലോ അല്ലെങ്കിൽ ചില ഉയരമുള്ള ഉപകരണങ്ങളൊക്കെ ചാരി വെച്ച് കൊടുത്താലോ അതിലൂടെ കയറി വരാനുള്ള സാധ്യത കൂടുതലാണ്. അത്തരം സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക. കേരളത്തിൽ നമുക്ക് 130ഓളം വ്യത്യസ്ത ഇനം പാമ്പുകളാണുള്ളത്. അതിൽ ബഹുഭൂരിപക്ഷവും അപകടകാരികളല്ലാത്ത വിഷമില്ലാത്ത പാമ്പുകളാണ്. എന്നാൽ ജനവാസ മേഖലയിലൊക്കെ സാധാരണ കാണുന്ന വിഷമുള്ള പ്രധാനമായും 6 ഇനം പാമ്പുകളാണ് കരയിൽ കാണപ്പെടുന്ന പാമ്പുകൾ. ചില കടൽപ്പാമ്പുകൾ ഭൂരിപക്ഷവും വിഷമുള്ള പാമ്പുകളാണ്. പക്ഷേ മനുഷ്യനെ കടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കരയിൽ കാണപ്പെടുന്ന ഏറ്റവും വിഷമുള്ള പാമ്പുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ ബിഗ് 4 എന്ന് പറയുന്ന 4 ഇനം പാമ്പുകളുണ്ട്.
മനുഷ്യമരണങ്ങൾക്ക് കൂടുതൽ കാരണമാകുന്ന 4 ഇനം പാമ്പുകൾ എന്നുള്ള നിലയിലാണ് അവയെ ബിഗ് 4 വെനമസ് സ്നേക്സ് എന്നറിയപ്പെടുന്നത്. ഒന്ന് മൂർഖൻ പാമ്പാണ്. സ്പെക്ടക്കിൾഡ് കോബ്ര എന്നാണ് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത്. മൂർഖൻ, അതുപോലെ വെമ്പാല, പത്തിക്കാരൻ എന്നൊക്കെ, സർപ്പം എന്നൊക്കെയുള്ള പേരുകളിൽ അറിയപ്പെടുന്ന പാമ്പാണ്. സർവ്വസാധാരണമായി കേരളത്തിൽ എല്ലായിടത്തും കാണപ്പെടുന്ന ഒരു പാമ്പാണ്. പത്തിയുള്ള പാമ്പ് എന്നുള്ള രീതിയിൽ നമുക്കതിനെ തിരിച്ചറിയാൻ എളുപ്പമാണ്. പിന്നൊന്ന് ചേനത്തണ്ടനാണ്. ചേനത്തണ്ടൻ അല്ലെങ്കിൽ വട്ടക്കൂറ, തേക്കിലപ്പുള്ളി, മഞ്ചട്ടി എന്നൊക്കെയുള്ള പേരുകളിൽ കേരളത്തിൽ പലയിടങ്ങളിലായിട്ട് അറിയപ്പെടുന്ന റസ്സൽസ് വൈപ്പർ. പിന്നെ മൂന്നാമത്തേത് കോമൺ ക്രൈറ്റ്. രാത്രി സഞ്ചാരിയാണ് കൂടുതൽ കോമൺ ക്രൈറ്റ്. പകൽ സമയങ്ങളിൽ അതിൻ്റെ ആക്ടിവിറ്റീസ് കുറവാണ്. വെള്ളിക്കെട്ടൻ, വളവളപ്പൻ, വളകഴപ്പൻ, കട്ടിളയപ്പൻ, എട്ടടി വീരൻ, മോതിരവളയൻ, ശംഖുവരയൻ എന്നൊക്കെ പല പേരുകളിൽ കേരളത്തിൽ പലയിടങ്ങളിലായി അറിയപ്പെടുന്ന വെനം ഇൻറ്റൻസിറ്റി ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു പാമ്പ് കൂടിയാണ് വെള്ളിക്കെട്ടൻ. പിന്നെ നാലാമത്തെ ബിഗ് 4-ൽ 4-ാമത്തെ ഇനം എന്ന് പറയുന്നത് ചുരുട്ടമണ്ഡലി എന്ന് പറയും, സോസ്കൈൽഡ് വൈപ്പർ. അതിന് ഈർച്ചവാൾ ശൽക്കണലി എന്നോ രക്തണലി എന്നോ ഒക്കെ പ്രാദേശികമായി വിളിപ്പേരുകളുണ്ട്. അത് കേരളത്തിൽ എല്ലായിടത്തും കാണപ്പെടുന്ന ഒരു പാമ്പല്ല. ചില പ്രാദേശികമായി കാസർഗോഡ്, കണ്ണൂർ, പാലക്കാട് ജില്ലകളുടെ വരണ്ട പ്രദേശങ്ങളിലൊക്കെയാണ് സോസ്കൈൽഡ് വൈപ്പറിനെ കാണുന്നത്. ഈ 4 പാമ്പുകളെയാണ് ബിഗ് 4 വെനമസ് സ്നേക്സ് എന്ന് പറയുന്നത്. ഇതിൽ 2 പാമ്പുകൾ നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന ന്യൂറോടോക്സിക് വെനവും 2 പാമ്പുകൾ രക്തചംക്രമണ വ്യവസ്ഥിതിയെ ബാധിക്കുന്ന ഹീമോടോക്സിക് വെനവുമാണ്. അതായത് മൂർഖം പാമ്പും വെള്ളിക്കെട്ടനും ന്യൂറോടോക്സിക് ആണ്. 2 ഇനത്തിൽപ്പെട്ട അണലികൾ റസൽസ് വൈപ്പറും സോസ്കൈൽഡ് വൈപ്പറും ഹീമോടോക്സിക് ആണ്. ഇത് കൂടാതെ മനുഷ്യന് അപകടകാരികളായിട്ടുള്ള 2 ഇനത്തിൽപ്പെട്ട വിഷപ്പാമ്പുകൾ കൂടി കരയിൽ കാണപ്പെടുന്നുണ്ട്. ഒന്ന് രാജവെമ്പാലയാണ്. പക്ഷേ അതിൻ്റെ ഒരു ആവാസ വ്യവസ്ഥ കൂടുതലായിട്ട് ജനവാസ മേഖലകളല്ല, അപൂർവം ജനവാസ മേഖലകളിൽ എത്തിപ്പെട്ട് കാണാറുണ്ടെങ്കിൽ പോലും ഉൾക്കാടുകളാണ് അതിൻ്റെ ഇഷ്ടപ്പെട്ട ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. പിന്നൊന്ന് മുഴമൂക്കൻ കുഴിമണ്ഡലി എന്ന് പറയും, ഹംപ്നോസ്ഡ് പിറ്റ് വൈപ്പർ. ഹംപ്നോസ്ഡ് പിറ്റ് വൈപ്പർ നീർവാർച്ചയുള്ള അല്ലെങ്കിൽ പച്ചപ്പ് കൂടുതലുള്ള മലയോര മേഖലയോട് ചേർന്നുള്ള കൃഷിയിടങ്ങളിലും വനപ്രദേശങ്ങളിലും ഒക്കെ പൊതുവായി കാണപ്പെടുന്ന ഒരു പാമ്പാണ്. അപ്പോൾ ഇത്രയും പാമ്പുകളാണ് മനുഷ്യന് അപകടകാരികളായിട്ടുള്ള വിഷമുള്ള പാമ്പുകൾ. പിന്നെ വിഷമുള്ള അല്ലെങ്കിൽ മോഡറേറ്റ്ലി വെനമസ് കാറ്റഗറിയിലുള്ള ഉഗ്രവിഷമുള്ളതല്ലെങ്കിൽ പോലും മിതമായ തരത്തിലുള്ള വിഷമുള്ള ചില പാമ്പുകൾ നമ്മുടെ വനപ്രദേശത്തും ജനവാസ മേഖലകളോട് ചേർന്നുമൊക്കെ കാണപ്പെടാറുണ്ട്. പൊതുവെ അവയെ എല്ലാം അപകടകാരികളല്ലാത്ത ഹാംലെസ് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ പിറ്റ് വൈപ്പേഴ്സ്, അതുപോലെ കോറൽ സ്നേക്സ് അങ്ങനെയുള്ള പാമ്പുകളൊക്കെ അതിൽ പെടും. പിന്നെ സർവ്വസാധാരണമായി നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ചേര, നീർക്കോലി പോലുള്ള പാമ്പുകളൊക്കെ മനുഷ്യന് ഉപകാരികളായിട്ടുള്ള ഒട്ടും അപകടകാരികളല്ലാത്ത വിഷമില്ലാത്ത പാമ്പുകളാണ്. പാമ്പ് കടി ഏറ്റുകഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ടൈം ഫാക്ടർ തന്നെയാണ്. എത്രയും പെട്ടെന്ന് ചികിത്സ ലഭ്യമായിട്ടുള്ള ആശുപത്രിയിലെത്തുക എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ടുന്ന സംഗതി. ഇൻ കേസ് ഓഫ് സ്നേക്ക് ബൈറ്റ്, ഡു ഇറ്റ് റൈറ്റ് എന്നാണ് ചുരുക്കി പറയുക. അതായത് ഡു ഇറ്റ് റൈറ്റ്, RIGHT. എന്ന് പറഞ്ഞാൽ കടിയേറ്റ ആളെ സമാധാനിപ്പിക്കുക, റിയഷ്വർ ആണ് R. കടിയേറ്റ ആളെ പേടിപ്പിക്കാതിരിക്കുക, റിയഷ്വർ ചെയ്യുക, സമാധാനിപ്പിക്കുക. എന്നിട്ട് ഇമ്മൊബിലൈസ്, കടിയേറ്റ ഭാഗം പേശി ചലനങ്ങൾ പരിമിതപ്പെടുത്തുന്ന രീതിയിൽ മസ്കുലർ ആക്ടിവിറ്റീസ് മിനിമൈസ് ചെയ്യുന്ന രീതിയിൽ ഇമ്മൊബിലൈസ് ചെയ്യുക. റിയഷ്വർ, ഇമ്മൊബിലൈസ്. പിന്നെ മറ്റ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല, നേരിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുക എന്നുള്ളതാണ്. GH, ഗോ ടു ഹോസ്പിറ്റൽ. റിയഷ്വർ, ഇമ്മൊബിലൈസ്, GH, ഗോ ടു ഹോസ്പിറ്റൽ. T, ടെൽ ദ ഡോക്ടർ. അപ്പോൾ ഗോ ടു ഹോസ്പിറ്റലിൽ ശ്രദ്ധിക്കേണ്ടുന്ന സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി സ്നേക്ക് വെനം ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആയിട്ടുള്ള ആശുപത്രിയിലായിരിക്കണം പോകേണ്ടത്, ഏറ്റവും അടുത്തുള്ള ആശുപത്രിയിലായിരിക്കണം പോകേണ്ടത്. അത് എത്രയും വേഗം സമയം നഷ്ടപ്പെടാതെ ഏറ്റവും അടുത്തുള്ള ആൻറ്റി സ്നേക്ക് വെനം ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആയിട്ടുള്ള ആശുപത്രിയിൽ പോകാൻ വനംവകുപ്പിൻ്റെ സർപ്പ ആപ്പിൽ അതിനുള്ള സംവിധാനമുണ്ട്. അതായത് ഹോസ്പിറ്റൽസിൻ്റെ ലിസ്റ്റുണ്ട്, ആൻറ്റി വെനം ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽസിൻ്റെ ലിസ്റ്റ്. ആ ലിസ്റ്റ് നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോഴേക്കും അതിൽ നിയറസ്റ്റ് ഫസ്റ്റ് എന്നുള്ള രീതിയിൽ ജിയോ ടാഗ്ഡ് ആയിട്ടുള്ള ലിസ്റ്റാണ് കാണിക്കുക. അതായത് ഏറ്റവും അടുത്ത ആശുപത്രിയാണ് ആദ്യം കാണിക്കുക, അടുത്ത ദൂരത്തിലുള്ള ആശുപത്രിയാണ് രണ്ടാമതായിട്ട് കാണിക്കുക. അപ്പോൾ നിയറസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ കോൺടാക്റ്റ് നമ്പർ ഉണ്ടാവും. ആ നമ്പറിലേക്ക് നമ്മൾ വിളിച്ചിട്ട് ഒരാൾക്ക് പാമ്പ് കടി ഏറ്റിട്ടുണ്ട്, ഇപ്പോൾ അങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ ആൻറ്റിവെനം സ്റ്റോക്ക് ഉണ്ടോ, ആൻറ്റിവെനം അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ പറ്റിയ ഡോക്ടർ അവൈലബിൾ ആണോ എന്നുള്ള 2 കാര്യങ്ങൾ ചോദിച്ച് അത് ഉറപ്പുവരുത്തിയിട്ട് വേണം നിയറസ്റ്റിലേക്ക് പോകാൻ. കാരണം അവിടെ പോയി അന്വേഷിച്ചു, അവിടെ ഇപ്പോൾ നിലവിൽ ആൻറ്റിവെനം സ്റ്റോക്ക് ഇല്ല, അല്ലെങ്കിൽ ആൻറ്റിവെനം അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ പറ്റിയ ഡോക്ടർ ഇപ്പോൾ അവൈലബിൾ അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ അടുത്ത ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴേക്കും ചിലപ്പോൾ 1.5 മണിക്കൂർ വൈകാം. രണ്ടാമത്തെ ഹോസ്പിറ്റലിൽ ചിലപ്പം എതിർദിശയിലായിരിക്കും. ആദ്യത്തെ ഹോസ്പിറ്റൽ ചിലപ്പോൾ 2 കിലോമീറ്റർ കിഴക്ക് ഭാഗത്തേക്ക് പോകുമ്പോഴായിരിക്കും. രണ്ടാമത്തെ ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ഒരു 6 കിലോമീറ്റർ വടക്ക് ഭാഗത്തേക്ക് പോകുമ്പോഴായിരിക്കും. അപ്പോൾ ആ ഒരു ടൈം
എന്താണ് സമയനഷ്ടം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ വിളിച്ചുറപ്പുവരുത്തിയിട്ട് പോവുക. അപ്പോൾ ആദ്യത്തെ നിയറസ്റ്റ് ഹോസ്പിറ്റലിൽ വിളിക്കുമ്പോൾ ഈ രണ്ടിലൊരു കാര്യം ഇല്ല എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് രണ്ടാമത്തെ ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് അവിടെ ചോദിക്കുമ്പോഴേക്കും അവിടെ ഈ രണ്ടും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ട് നേരെ അങ്ങോട്ട് പോകുക. അപ്പോൾ നമുക്ക് സമയനഷ്ടം ഉറപ്പാക്കാൻ സാധിക്കും. അതായത് സമയനഷ്ടം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. സമയം എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. ഒരു ബൈറ്റ് കിട്ടിയിട്ട് ആദ്യത്തെ 1 മണിക്കൂറിന് നമ്മൾ ഗോൾഡൻ അവർ എന്നാണ് പറയുക. അതായത് ജീവൻ രക്ഷപ്പെടുത്താൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്വർണത്തിൻ്റെ വിലയുള്ള അല്ലെങ്കിൽ ജീവൻ്റെ വിലയുള്ള 1 മണിക്കൂറാണ് ആ ഒരു സമയം. അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആംബുലൻസൊക്കെ വിളിച്ചു വരുത്തിയിട്ട് അതിൽ കയറി പോകാം, അല്ലെങ്കിൽ ടാക്സി വിളിച്ചിട്ട് അതിൽ കയറി പോകാം എന്നൊന്നും പറഞ്ഞ് സമയം നഷ്ടപ്പെടുത്താൻ പാടില്ല. അവിടെ ഏത് വാഹനമാണോ അവൈലബിൾ ആ വാഹനത്തിൽ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. മറ്റ് ഫസ്റ്റ് എയ്ഡ്സ് ഒന്നും ഇതിനെ സംബന്ധിച്ചില്ല എന്നുള്ളതാണ്. കേട്ടുകേൾവിയോ അല്ലെങ്കിൽ പണ്ട് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി വച്ചിരിക്കുന്ന ചില തെറ്റായ ധാരണകളുണ്ട്. അതായത് പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ കടിയേറ്റ ഭാഗത്തിന് മുകളിലായിട്ട് കയറോ അല്ലെങ്കിൽ തുണിയോ ഒക്കെ ഉപയോഗിച്ച് മുറുക്കി കെട്ടണ്ട, അല്ലെങ്കിൽ ഒരു വിരൽ കടത്താവുന്ന രീതിയിലൊന്ന് അയച്ച് കെട്ടുക. ഇത്തരത്തിലുള്ള കെട്ടുകളെല്ലാം തന്നെ അപകടകരമാണ്. പണ്ട് ടോർണിക്കെ എന്നറിയപ്പെടുന്ന മുറുക്കിക്കെട്ടും ഇനി അത്ര മുറുക്കാതെ അയച്ച് കെട്ടുന്നതും രണ്ടും അപകടകാരികളാണ്. പ്രത്യേകിച്ച് ഹീമോടോക്സിക് എൻവനമേഷൻ, അതായത് അണലി വർഗ്ഗത്തിൽപ്പെട്ട പാമ്പിൻ്റെയൊക്കെ ബൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഭാഗത്തെ ടിഷ്യൂസൊക്കെ ഡാമേജ് ആയി പോകാനും ചിലപ്പോൾ ആ ഭാഗം മുറിച്ച് മാറ്റേണ്ടുന്ന സാഹചര്യം ഉണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ മുറുക്കിക്കെട്ടലും അയച്ചു കെട്ടലും ഒക്കെ ഒഴിവാക്കുക. മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് മുറിവുണ്ടാക്കിയിട്ട് ബ്ലഡ് ഒഴുക്കിക്കളയുക എന്നൊരു ധാരണയുണ്ട്. അത് ആ ബ്ലഡിൻ്റെ കൂട്ടത്തിൽ ഈ വിഷവും കൂടി ഒഴുകിപ്പോകും എന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത് പലരും. അത് തെറ്റാണ്, വളരെ അപകടകരമാണ്. മുറിവുണ്ടാക്കി കഴിഞ്ഞാൽ ആർട്ടറീസും വെയിൻസും ഒക്കെ ഡാമേജ് ആവും, ബ്ലഡ് ലോസ് ഉണ്ടായിട്ട് വളരെ അപകടകരമായ സാഹചര്യം ഉണ്ടാവും. മാത്രമല്ല വിഷബാധയുടെ ഒരു വേഗത വർദ്ധിക്കുമെന്നുള്ളതാണ് അതിൻ്റെ സത്യം. അതായത് വളരെ സാവധാനം ബ്ലഡിലേക്ക് കലരുന്നതിന് പകരം ബ്ലഡ് എക്സ്പോസ്ഡ് ആവുന്നത് കൊണ്ട് ഇത് ആ വേഗത, എൻവനമേഷൻ്റെ വേഗത വർദ്ധിക്കും എന്നുള്ളതാണ്. പിന്നെ സോപ്പിട്ട് തേച്ച് കഴുകിയിട്ട്, സോപ്പിട്ടോ അല്ലെങ്കിൽ സാനിറ്റൈസറോ ഡെറ്റോളോ ഒക്കെ ഉപയോഗിച്ചിട്ട് തേച്ച് കഴുകിയിട്ട് പോകണം എന്ന് പലരും പറയാറുണ്ട്. തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ശരിക്കും ഒരു പട്ടിയോ പൂച്ചയോ ഒക്കെ കടിക്കുകയോ മാന്തുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് സോപ്പിട്ടോ അല്ലെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഡെറ്റോൾ ഉപയോഗിച്ചോ ഒക്കെ 5, 10, 15 മിനിറ്റ് ഭംഗിയായി തേച്ച് കഴുകിയിട്ട് വേണം പോകാൻ. അത് ആ കടിയേറ്റ ഭാഗത്ത് മുറിപ്പാടിൽ വൈറസുകളുടെയും മറ്റ് അണുക്കളുടെയൊക്കെ സാന്നിധ്യം ഉണ്ടാകും. അത് പൂർണ്ണമായിട്ട് പരമാവധി അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. പക്ഷേ പാമ്പ് കടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊലപ്പുറത്തല്ല, കടിയേറ്റ ഭാഗത്തല്ല, അതിൻ്റെ ഉള്ളിൽ ഒരു 5, 10 മില്ലിമീറ്റർ ഉള്ളിലായിട്ടാണ് ഇത് വെനം ഇഞ്ചെക്ട് ചെയ്യുന്നത്. അത് വെനമാണ്, പാത്തോജൻസ് അല്ല. അപ്പോൾ ആ വെനം മുകളിൽ സോപ്പിട്ട് തേച്ച് കഴുകിക്കഴിഞ്ഞാൽ പോകത്തില്ല. മാത്രമല്ല നമ്മൾ നന്നായിട്ട് സോപ്പോ അല്ലെങ്കിൽ ഇതൊക്കെ ഉപയോഗിച്ച് തേച്ച് തിരുമ്മി കഴുകുമ്പോഴേക്കും അവിടെ അത്ര നല്ല ഒരു മസാജ് എഫക്റ്റ് ഉണ്ടാവുകയും ആ ഒരു മസാജ് കാരണമായിട്ട് എൻവനമേഷൻ ഫാസ്റ്റ് ആവുകയും ചെയ്യും. വളരെ പെട്ടെന്ന് തന്നെ ബ്ലഡിലേക്ക് വെനം സ്പ്രെഡ് ആവുകയും ചെയ്യും. അപ്പോൾ ഒരു 1 മണിക്കൂറോ 2 മണിക്കൂറോ കിട്ടേണ്ട ഒരു രോഗിക്ക് അത് ചിലപ്പോൾ അരമണിക്കൂറോ അതിൽ താഴെയോ ആയി ചുരുങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ തേച്ച് കഴുകേണ്ട കാര്യമില്ല, ആവശ്യമില്ല. ഡു ഇറ്റ് റൈറ്റ് എന്നുള്ളതനുസരിച്ച് എത്രയും പെട്ടെന്ന് ആളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. പിന്നെ പരമ്പരാഗത ചികിത്സകൾ അല്ലെങ്കിൽ കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തിയിട്ട് വിഷമിറക്കുക, അല്ലെങ്കിൽ പഴയ തരത്തിലുള്ള എന്തെങ്കിലും പച്ചമരുന്നോ ഒറ്റമൂലിയോ ഒക്കെ കൊടുക്കുക. അത്തരത്തിലുള്ള ചികിത്സാ രീതികളെല്ലാം തന്നെ സമയനഷ്ടമുണ്ടാക്കുന്നു, രോഗിയുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തുന്ന സാഹചര്യങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രം നിഷ്കർഷിക്കുന്ന ആൻറ്റി സ്നേക്ക് വെനം ട്രീറ്റ്മെൻറ്റ് ഒഴികെ ബ്ലഡിൽ കലർന്ന പാമ്പിൻ വിഷത്തെ നിർവീര്യമാക്കാൻ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട യാതൊരു തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റും നിലവിൽ നമുക്ക് ലഭ്യമല്ല. പലപ്പോഴും കുട്ടികളെ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ പാമ്പ് കടിച്ചതായിട്ട് മനസ്സിലാകാതെ ഉണ്ടാകുന്ന അപകടങ്ങളാണ് കൂടുതൽ. അപ്പോൾ കുട്ടിക്കിത് എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ അറിയില്ല. അപ്പോൾ നമ്മൾ 2 തരത്തിലാണ് പാമ്പ് വിഷബാധ. കരയിൽ കാണുന്ന, നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന പാമ്പുകൾ ഒന്നുകിൽ അത് ന്യൂറോടോക്സിക് ആയിരിക്കും, അല്ലെങ്കിൽ ഹീമോടോക്സിക് ആയിരിക്കും. അപ്പോൾ ന്യൂറോടോക്സിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന വിഷബാധയാണ്. ഹീമോടോക്സിക് എന്ന് പറഞ്ഞാൽ സർക്കുലേറ്ററി സിസ്റ്റം, രക്തചംക്രമണ വ്യവസ്ഥിതിയെ ബാധിക്കുന്ന വിഷബാധയാണ്. അപ്പോൾ ന്യൂറോടോക്സിക് ആയിട്ടുള്ള വിഷബാധയ്ക്ക് പലതരത്തിലുള്ള സിംറ്റംസ് ഉണ്ട്. അത് ഇപ്പം മൂർഖനോ അല്ലെങ്കിൽ വെള്ളിക്കെട്ടനോ ഒക്കെയാണ് ന്യൂറോടോക്സിക് വിഭാഗത്തിൽ വരുന്നത്. അണലി വർഗ്ഗത്തിൽപ്പെട്ട പാമ്പുകളാണ് ഹീമോടോക്സിക് വിഭാഗത്തിൽ വരുന്നത്. അപ്പോൾ മൂർഖനോ വെള്ളിക്കെട്ടനോ ഒക്കെ കടിച്ചു കഴിഞ്ഞാൽ കണ്ണ് തുറക്കാൻ ബുദ്ധിമുട്ട്, അതുപോലെ ഈ പേശി ചലനങ്ങളിലൊക്കെ വേദനയും ബുദ്ധിമുട്ടും വരും.
കടിച്ച ഭാഗത്ത് ചിലപ്പോൾ വെള്ളിക്കെട്ടിൻ്റെയൊക്കെ പല്ലെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പല്ലാണ്. കടിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഉറക്കത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അറിയാൻ കൂടി പറ്റില്ല. തീരെ ചെറിയ പല്ലായത് കാരണം കൊതുക് കുത്തിയതുപോലെയോ അല്ലെങ്കിൽ സൂചി കൊണ്ട് ചെറുതായി കുത്തിയതുപോലെയോ ഒക്കെ നമുക്ക് അനുഭവപ്പെടുകയുള്ളൂ. ലോക്കൽ റിയാക്ഷൻ ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല. ആ കടിയേറ്റ ഭാഗത്ത് നീരോ അല്ലെങ്കിൽ കളർ വ്യത്യാസമോ ഒന്നും ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. പൊതുവെ ആൾക്കാർ ധരിക്കാറുണ്ട് പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ കടിയേറ്റ ഭാഗത്ത് 2 വിഷപ്പല്ലുകളുടെ അടയാളമുണ്ടാകും, നീലിച്ച കളർ അല്ലെങ്കിൽ ചുവന്ന കളറുണ്ടാകും, നീരുണ്ടാകും, വേദനയുണ്ടാകും. അത്തരത്തിലുള്ള ലോക്കൽ റിയാക്ഷൻസ് ഒന്നും ചിലപ്പോൾ ക്രൈറ്റ് കടിച്ചാലോ ഒക്കെ ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. 2 വിഷപ്പല്ലിൻ്റെ അടയാളം തന്നെ ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ന്യൂറോടോക്സിക് ആയിട്ടുള്ള സിംറ്റംസ് നമുക്ക് കാണാൻ പറ്റും. ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, ഛർദ്ദിക്കാനുള്ള ഒരു ടെൻഡൻസി, അതുപോലെ വർത്തമാനം പറയാനുള്ളൊരു ബുദ്ധിമുട്ട്, അത്തരത്തിലുള്ള വയറുവേദന, ക്രൈറ്റ് കടിച്ചാലുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ലക്ഷണമാണ് വയറുവേദന ഉണ്ടാകാനുള്ള സാധ്യത. അപ്പോൾ അത്തരത്തിലുള്ള മൊത്തത്തിൽ ഒരു തളർച്ചയും തളർന്ന് വീഴാൻ പോകുന്നത് പോലുള്ള ഒരു ഫീലും ഡിസിനസ്, ഇതൊക്കെ തലകറക്കം, ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറുവശത്ത് ഹീമോടോക്സിക് എൻവയറമേഷൻ ആണെന്നുണ്ടെങ്കിൽ രക്തചംക്രമണ വ്യവസ്ഥിതിയെ ബാധിക്കുന്നതാണ്. അതിനും ഈ ഛർദി പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, തലകറക്കമൊക്കെ ഉണ്ടാകാം. മാത്രമല്ല രോമകൂപങ്ങളിലൂടെയോ അല്ലെങ്കിൽ മൂക്കിലൂടെയോ ഒക്കെ ബ്ലഡ് പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം ലക്ഷണങ്ങളൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ശ്വാസതടസ്സമോ വർത്തമാനം പറയാനുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു തളർച്ചയോ ഛർദിയോ വയറുവേദനയോ തലകറക്കമോ അത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ശരീരപരിശോധന നടത്തിയാൽ പോലും ചിലപ്പോൾ പാമ്പ് കടിയേറ്റ പാടുകൾ കാണണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഇത്തരം ലക്ഷണങ്ങളൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വൈദ്യപരിശോധനയ്ക്ക് അല്ലെങ്കിൽ വൈദ്യസഹായം ലഭ്യമാക്കുക, ആശുപത്രിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. വീടിനുള്ളിലോ വീടിൻ്റെ മുറ്റത്തോ ഒക്കെ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ അത് വിഷപ്പാമ്പായാലും വിഷമില്ലാത്ത പാമ്പായാലും അതിൻ്റെ സമീപത്തേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും അടിസ്ഥാനപരമായും പ്രധാനമായും ചെയ്യേണ്ടുന്ന ഒരു മുൻകരുതൽ. ആ സുരക്ഷിതമായ ഒരു അകലത്ത് നിന്നുകൊണ്ട് ആ പാമ്പ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ശ്രദ്ധിച്ചാൽ മതി. വീടിനകത്തേക്ക് കയറി പോവുകയാണെന്നുണ്ടെങ്കിൽ ആ വാതിലങ്ങ് അടച്ചിട്ട് വനംവകുപ്പിനെ അറിയിക്കുക. വനംവകുപ്പിൻ്റെ പരിശീലനം ലഭിച്ച സർപ്പ വോളണ്ടിയേഴ്സിൻ്റെ സേവനം എല്ലാ ജില്ലകളിലും ലഭ്യമാണ്. ഏകദേശം 3600ഓളം സർപ്പ വോളണ്ടിയർമാർ കേരളത്തിലുടനീളമുണ്ട്. 14 ജില്ലകളിലും ഇവരുടെ സേവനം 24 മണിക്കൂറിൽ ലഭ്യമാണ്. അതിന് സർപ്പ മൊബൈൽ ആപ്ലിക്കേഷനുണ്ട്. സർപ്പ മൊബൈൽ ആപ്ലിക്കേഷൻ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതിൽ ഈ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ അന്നേരം തന്നെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. ആ റിപ്പോർട്ട് ചെയ്യുന്ന നിമിഷം തന്നെ സർപ്പയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സർപ്പ വോളണ്ടിയേഴ്സിന് അലർട്ട് പോവുകയും അതിൽ പല തരത്തിലുള്ള പണിക്കാർ ഉണ്ട്. ജോലികളൊക്കെ ചെയ്യുന്ന പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. ഉദ്യോഗസ്ഥരുണ്ടാവും, ചിലപ്പോൾ പെയിൻറ്റിങ് പണിയൊക്കെ ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഓട്ടോ ഓടിക്കുന്ന ആൾക്കാരോ കൃഷിപ്പണിയൊക്കെ ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ വീട്ടമ്മമാരോ പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. അതിൽ ചിലർ തിരക്കിലായിരിക്കും. ചിലപ്പോൾ ഫ്രീ ആയിട്ടുള്ള ഏറ്റവും അടുത്തുള്ള ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്യുകയും റിപ്പോർട്ട് ചെയ്ത ആൾ നേരിട്ട് ഫോണിലോ മറ്റോ ബന്ധപ്പെടാതെ തന്നെ ആ സ്ഥലത്തേക്ക് എത്തി ആ പാമ്പിനെ പിടികൂടി മാറ്റാനും സാധിക്കും. അപ്പോൾ സുരക്ഷിതമായി അവർ വന്നിട്ട് ആ പാമ്പിനെ പിടികൂടി ആ സ്ഥലത്ത് നിന്ന് നീക്കം ചെയ്ത് പാമ്പ് മൂലമുള്ള അപകടം സുരക്ഷിതമായത് ഒഴിവാക്കും. അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാവുന്നത് സർപ്പയിൽ റിപ്പോർട്ട് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള സർപ്പ വോളണ്ടിയർമാർ നമ്മുടെ പരിസരത്ത് വിളിച്ചാൽ കിട്ടുന്ന ആൾക്കാരുടെ നമ്പർ സേവ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. മൊബൈലിൽ അവരുടെ നമ്പർ സേവ് ചെയ്ത് വെക്കുക. പ്രത്യേകിച്ച് സ്കൂളുകളിലും അതുപോലുള്ള സ്ഥാപനങ്ങളിലും ഓഫീസുകളിലുമൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുടെ കൈവശം ഇത്തരത്തിൽ പെട്ടെന്ന് വിളിച്ചാൽ കിട്ടാവുന്ന ആൾക്കാരുടെ നമ്പറുകൾ സേവ് ചെയ്ത് വയ്ക്കുന്നത് വളരെ പ്രയോജനകരമായിരിക്കും. പ്രത്യേകിച്ച് ജനപ്രതിനിധികൾ, ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാരവാഹികളായിട്ടുള്ള മെമ്പർമാരോ പഞ്ചായത്ത് മെമ്പർമാരോ അല്ലെങ്കിൽ പ്രസിഡന്റ്, അത്തരത്തിലുള്ള ആൾക്കാരുടെ കൈവശമൊക്കെ ആ പ്രദേശവാസികളായ ഇത്തരത്തിൽ പാമ്പുകളെ സുരക്ഷിതമായി പിടിക്കാനുള്ള നിയമപരമായിട്ടുള്ള അനുമതിയുള്ള വനംവകുപ്പിൻ്റെ പരിശീലനം ലഭിച്ച സർപ്പ വോളണ്ടിയർമാരുടെ നമ്പറൊക്കെ ഒന്ന് സേവ് ചെയ്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. വേനൽക്കാലവും കടുത്ത ചൂടും സമ്മർദ്ദമുണ്ടാക്കുന്നത് പാമ്പുകൾക്ക് മാത്രമല്ല മനുഷ്യനും എല്ലാ വന്യജീവികൾക്കും ഈ ഉയർന്ന ചൂട് കാരണം സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് വനത്തോട് ചേർന്ന് താമസിക്കുന്ന വന്യജീവികളുടെയൊക്കെ സാന്നിധ്യം ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ ഇത്തരത്തിലൊരു ജാഗ്രത ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് വനവിഭവങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് വനത്തിനുള്ളിലേക്ക് പോകുന്ന ഗോത്രവർഗത്തിൽപ്പെട്ട ആദിവാസി വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങളോട് ഞങ്ങൾ വനപാലകർ എപ്പോഴും കൊടുക്കുന്ന ഒരു സുരക്ഷാ നിർദ്ദേശമാണ് ഉയർന്ന ഈ സമ്മർദ്ദം കാരണം വേനൽക്കാലത്ത് വനത്തിലേക്ക് പോകുമ്പോൾ ഈ പൊതുവേ വളരെ ശാന്തരായി കാണപ്പെടുന്ന വന്യജീവികൾ പോലും ചിലപ്പോൾ അവർ ഉപദ്രവിക്കാനോ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യാനോ അഗ്രസീവായിട്ടുള്ള ബിഹേവിയർ കാണിക്കാനോ ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം വന്യജീവികളിൽ നിന്ന് പരമാവധി
സുരക്ഷിതമായ അകലം പാലിക്കുക. നമ്മുടെ പ്രദേശത്തേക്ക് വന്നാൽ പോലും നമ്മൾ അതിനെ ഓടിച്ചു വിടാൻ വേണ്ടി ശ്രമിക്കാതെ വനംവകുപ്പിനെ അറിയിക്കുക എന്നുള്ളതാണ്. വനംവകുപ്പിന് കേരളത്തിൽ 28 RRTകളുണ്ട്. നമുക്ക് വനം ഡിവിഷനുകളുണ്ട്, ഫോറസ്റ്റ് സ്റ്റേഷനുകളുണ്ട്. അവിടെയെല്ലാം ഉദ്യോഗസ്ഥരുണ്ട്, പരിശീലനം സിദ്ധിച്ച ഉദ്യോഗസ്ഥരുണ്ട്. RRTകളിൽ ഇതിനു വേണ്ടിയിട്ട് ഇത്തരത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന് വേണ്ടിയും അത്തരം സിറ്റുവേഷൻസ് വളരെ സേഫായിട്ട് മാനേജ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് പ്രത്യേക പരിശീലനം സിദ്ധിച്ച അതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളും എക്യുപ്മെൻസും ഒക്കെ ഉള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ ടീമാണ് റാപ്പിഡ് റെസ്പോൺസ് ടീംസ്, അല്ലെങ്കിൽ ദ്രുത കർമ്മസേന എന്ന് പറയും, ദ്രുത പ്രതികരണ സേന. അപ്പോൾ അവരെ നേരിട്ട് അറിയിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ വനംവകുപ്പിൻ്റെ കൺട്രോൾ റൂമുകളുണ്ട്. എല്ലാ ഫോറസ്റ്റ് ഡിവിഷനുകളിലും കൺട്രോൾ റൂമുകളുണ്ട്. എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററുകൾ എന്നാണ് അവ അറിയപ്പെടുന്നത്. വനംവകുപ്പിൻ്റെ ആസ്ഥാനത്ത് കൺട്രോൾ റൂമുണ്ട്. വനംവകുപ്പിൻ്റെ ആസ്ഥാനത്ത് തന്നെ നമുക്ക് 24 മണിക്കൂറും വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ടോൾ ഫ്രീ നമ്പറുണ്ട്. 1800-425-4733. ഇതാണ് വനംവകുപ്പിൻ്റെ ടോൾ ഫ്രീ നമ്പർ. ഏത് സമയത്ത് വേണമെങ്കിലും ഇത്തരത്തിലുള്ള എമർജൻസി മെസ്സേജസ് പാസ് ചെയ്യാൻ പറ്റും. അത് സംസ്ഥാനത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള മെസ്സേജ് അറിയിച്ചാലും ഉടനടി അത് ആ സ്ഥലത്തേക്ക് അറിയിക്കുകയും അതിന് ഫോളോ അപ്പ് ആക്ഷൻ ഉണ്ടാവുകയും ചെയ്യും. പാമ്പുകളും വന്യജീവികളുമൊക്കെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം സംരക്ഷിത വിഭാഗത്തിൽപ്പെട്ട ജീവികളാണ്. അപ്പോൾ അവയെ പിടികൂടുന്നതോ അവയെ ഉപദ്രവിക്കുന്നതോ പരിക്കേൽപ്പിക്കുന്നതോ ഒക്കെ നിയമവിരുദ്ധമാണ്. അത് ശിക്ഷാർഹമായ കുറ്റകൃത്യമാണ്. അപ്പോൾ ഒരു കടുവയോ ആനയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും വന്യജീവികൾ 2 ഷെഡ്യൂളുകളിലായിട്ട് ആണ് ഈ വന്യജീവികളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഷെഡ്യൂൾ 1-ൽപ്പെട്ട വന്യജീവികൾക്ക് സംരക്ഷണ പ്രാധാന്യം കൂടുതലാണ്. ഷെഡ്യൂൾ 2-ൽപ്പെട്ട വന്യജീവികൾക്ക് കമ്പാരിറ്റീവ്ലി ഷെഡ്യൂൾ 1-നേക്കാൾ സംരക്ഷണ പ്രാധാന്യം കുറവാണ്. ഏതിൽ ഷെഡ്യൂളിൽപ്പെട്ട വന്യജീവി ആയാൽ പോലും അവയെ പിടിച്ച് കൂട്ടിലിട്ട് വളർത്തുന്നതോ പിടിച്ച് കൈവശം വയ്ക്കുന്നതോ അവയ്ക്ക് പരിക്കേൽപ്പിക്കാൻ കാരണമാകുന്നതോ അല്ലെങ്കിൽ അവയെ പിടിക്കാൻ വേണ്ടി കെണി വയ്ക്കുന്നതോ ഒക്കെ കുറ്റകരമായ ശിക്ഷാർഹമായ കുറ്റകൃത്യമാണ്. അപ്പോൾ അത് ഒരു വന്യജീവിയെ വനത്തിന് പുറത്ത് കണ്ടു എന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഒരു പൊതുജനങ്ങളിൽപ്പെട്ട ആൾക്കാർ അതിനെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പരമാവധി അത് നിയമപരമായും തെറ്റാണ്, ഒട്ടും സുരക്ഷിതമല്ലാത്തൊരു പ്രവൃത്തി കൂടിയാണ്. ആ വന്യജീവിയിലൂടെ അത് പിടിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് ജീവനും മറ്റും അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണത് നിയമവിരുദ്ധമാക്കിയിരിക്കുന്നത്. അത്തരത്തിൽ ഒരിക്കലും ഒരാൾ വന്യജീവിയെ അപകടപ്പെടുത്താനോ പിടികൂടാനോ ശ്രമിക്കാൻ പാടില്ല. അത് കുറ്റകരമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.